ഹായ് ഫ്രണ്ട്സ്, കോവിഡ്-19 പാൻഡമിക് കാലത്ത് ഓക്സിജൻ സിലിണ്ടറിൽ വന്ന ഷോർട്ടേജ് അത് കാരണം നമ്മുടെ രാജ്യം വളരെയധികം പാനിക്കായി നിന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെയധികം മുന്നോട്ട് പോയ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. സ്റ്റോക്കിൻ്റെ പേര് ബോംബെ ഓക്സിജൻ എന്നായിരുന്നു. ഈ സ്റ്റോക്ക് ഒരു ഘട്ടത്തിൽ 256% വരെ ഒരു മുന്നേറ്റം നടത്തുകയുണ്ടായി. അവർ പണ്ട് ഇൻഡസ്ട്രിയൽ ഗ്യാസ് സിലിണ്ടർ നിർമ്മിച്ചിരുന്ന ഒരു കമ്പനിയായിരുന്നു. പക്ഷെ അവർ ആ ഗ്യാസ് സിലിണ്ടർ നിർമ്മാണം നിർത്തിവെച്ചിട്ട് അവരുടെ ബിസിനസ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ ഒരു നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനിയായിട്ട് തുടരുകയായിരുന്നു അത്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കിയത് ബോംബെ ഓക്സിജൻ എന്ന് പറയുന്നത് സിലിണ്ടർ ഇപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുകയും അങ്ങനെ വൻതോതിൽ അതിൽ ബൈങ് നടക്കുകയും അത് കാരണം ആ സ്റ്റോക്കിൽ ഈ പറയുന്ന ഒരു മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് കാരണം ഇങ്ങനെ പലപ്പോഴും സ്റ്റോക്കുകളിൽ നമ്മുടെ ലോജിക്കിന് നിരക്കാത്ത രീതിയിലുള്ള വൻതോതിലുള്ള മുന്നേറ്റമൊക്കെ നമുക്ക് കാണാൻ കഴിയും. കോവിഡ് കാലത്ത് ഇതേപോലെ ചെറുതും വലുതുമായ പല ഫാർമ കമ്പനികളിലും വൻ റാലിയാണ് നടന്നത്. അതിൻ്റെ ഒരു കാരണം ആ സമയത്ത് മെഡിക്കൽ അറ്റൻഷൻ വളരെയധികം ആവശ്യമുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഫാർമ സ്റ്റോക്കുകളും മുന്നോട്ട് പോകും എന്നുള്ള ഒരു മുൻധാരണ ഇൻവെസ്റ്റേഴ്സ് വെച്ച് പുലർത്തിയും ആ ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഫാർമ സ്റ്റോക്കുകളിൽ വമ്പിച്ച റാലി നടക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ മൊത്തം പെരുമാറ്റം ഇങ്ങനെയൊക്കെയാണ്. പലപ്പോഴും അതിന് യാതൊരുവിധ ലോജിക്കും ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും സോളാർ റിന്യൂവബിൾ സെഗ്മെൻറ്റിൽ ഇതേപോലുള്ള റാലികൾ കാണും. ഇപ്പോൾ സോളാർ അതുപോലെ വിൻഡ് എന്നുള്ള പേരുകൾ സ്റ്റോക്കിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഫണ്ടമെൻ്റലി വീക്കായ സ്റ്റോക്കുകൾ പോലും വൻതോതിൽ പറക്കുന്നത് കാണാം. ഇതുപോലെ തന്നെ നമ്മൾ ഡിഫൻസ് സെക്ടറിലും ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ്, മസഗാവൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ഇങ്ങനെയുള്ള ഷിപ്പിംഗ് മേഖലയിലുള്ള ഡിഫൻസ് സ്റ്റോക്കുകൾ അതിൻ്റെ പ്രൈസ് അതിൻ്റെ പീക്കിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് എന്നു പേരുള്ള പല കമ്പനികളും വൻതോതിലുള്ള മുന്നേറ്റം നടത്തുന്നത് കാണാം. എന്നാൽ ഷിപ്പിംഗ് കമ്പനികളിൽ തന്നെ ഡിഫൻസ് സെഗ്മെൻറ്റിൽ അല്ലാത്ത കമ്പനികളുണ്ട്. അത്തരത്തിലുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഷിപ്പ് യാർഡുകളിൽ ഷിപ്പ് നിർമ്മിക്കുന്ന കമ്പനികൾ വേറെയും ഷിപ്പിംഗ് കമ്പനികൾ വേറെയുമാണ്. അപ്പോൾ ഷിപ്പ് ബിൽഡിംഗ് കമ്പനികൾ അല്ല ഷിപ്പിംഗ് കമ്പനികൾ എന്ന് പറയുന്നത്. ഇവിടെ സംസാരിക്കുന്ന സ്റ്റോക്ക് ഷിപ്പിംഗ് കമ്പനിയുടേതാണ്. അതിന് ഡിഫൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് അല്ലെങ്കിൽ മസഗാവൺ ഡോക്ക് അല്ലെങ്കിൽ ഗാർഡൻ റീച്ച് ഷിപ്പിംഗ് ബിൽഡിംഗ് കമ്പനി ഇവയൊക്കെ അതുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. അവർക്ക് വാർഷിപ്പുകൾ നിർമ്മിക്കാനുള്ള ഓർഡറുകൾ പ്രതിരോധ മന്ത്രാലയം നൽകുന്നത് കൊണ്ടാണ് അത് ഡിഫൻസ് സെക്ടറിലുള്ള ഒരു കമ്പനിയായിട്ട് നമ്മളതിനെ വിലയിരുത്തുന്നത്. എന്നാൽ നേരെ മറിച്ച് ഷിപ്പിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ചരക്ക് നീക്കങ്ങൾ നടത്തുന്ന കണ്ടെയ്നർ ഷിപ്പുകളും അതുപോലെ ഓയിൽ ടാങ്കേഴ്സ് അതുപോലെ ബൾക്ക് കാരിയേഴ്സ് പാസഞ്ചർ ലൈൻസ് തുടങ്ങിയ ഇൻ്റർനാഷണലി ആയിട്ടുള്ള വാണിജ്യ രംഗത്തും ലോജിസ്റ്റിക് രംഗത്തുമൊക്കെ ക്രൂഷ്യൽ റോൾ വഹിക്കുന്ന ഒരു ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഷിപ്പിംഗ് കമ്പനികളെയാണ് നമ്മൾ ഷിപ്പിംഗ് കമ്പനികൾ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ NSEയിൽ ഏകദേശം 12 ഷിപ്പിംഗ് സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന GE ഷിപ്പിംഗ് കമ്പനി അഥവാ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡിനെ കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ 4% മുന്നേറ്റം ഈ സ്റ്റോക്ക് നടത്തിയായി കാണാം. ഇന്നത്തെ നിഫ്റ്റി വൻതോതിലുള്ള 180 പോയിൻറ്റിൻ്റെ ഒരു ലോവർ ക്രിയേറ്റ് ചെയ്തിട്ട് പോലും ഈ സ്റ്റോക്ക് 4% മുന്നോട്ട് പോയത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ള മൊത്തത്തിലുള്ള റിട്ടേൺ 54% ആണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് നോക്കി നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് CAGR കഴിഞ്ഞ 5 വർഷത്തേത് 199% ആണ്. സ്റ്റോക്കിൻ്റെ പ്രൈസ് CAGR കഴിഞ്ഞ 5 വർഷം പക്ഷേ 29% മാത്രമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, 5 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് 199%ൻ്റെ CAGRൽ വളരുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് വളരുന്നത് വെറും 29% വെച്ചിട്ടാണ്. ഇതേപോലെ ഇതിൻ്റെ ഗ്രോത്ത് 3 വർഷത്തെ നോക്കുകയാണെങ്കിൽ 46% CAGR ഗ്രോത്ത് കാണാൻ കഴിയും. എന്നാൽ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ CAGR 35% കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ഗ്രോത്തിന് ആനുപാതികമായി പ്രൈസ് ഉയരാത്തത് എന്നുള്ളത് വളരെയധികം സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതേ ഷിപ്പിംഗ് സെഗ്മെൻറ്റിലുള്ള നമ്പർ 2 പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റോക്കായ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ പ്രോഫിറ്റ് കഴിഞ്ഞ 5 ഇയേഴ്സിൻ്റെ CAGR നോക്കുകയാണെങ്കിൽ 42% ആണ്. പക്ഷേ അതിൻ്റെ പ്രൈസ് ഗ്രോത്ത് കഴിഞ്ഞ 5 ഇയേഴ്സിൻ്റെ CAGR നോക്കുകയാണെങ്കിൽ അത് 58% ആണ്. GE ഷിപ്പിംഗ് കമ്പനിക്ക് 199% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ട് പോലും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇത്ര പെർസെൻറ്റേജായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ 42%ൻ്റെ 5 ഇയർ
പ്രോഫിറ്റ് CAGR ഉണ്ടായിട്ട് ഇവിടെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 58% ആണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ പ്രൈസ് പോയിട്ടുള്ളത്. അതുപോലെ 3 ഇയർ CAGR ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രോഫിറ്റിൽ നമ്മൾ കാണുന്നത് 0% ആണ്. പക്ഷേ 3 ഇയേഴ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസിൻ്റെ CAGR 40% ആണ്. ഇനി മറ്റൊരു ഡാറ്റ ഇപ്പോൾ ഇതിൻ്റെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിങ്ങിൻ്റെ അഥവാ GEയുടെ PE റേഷ്യോ എന്ന് പറയുന്നത് 5.73% മാത്രമാണ്. എന്നാൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ PE റേഷ്യോ 19.13 ആണ്. ആ ഒരു ഡിഫറൻസ് നോക്കുക. അപ്പോൾ ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അണ്ടർ പെർഫോമിംഗ് ആയ PSU സ്റ്റോക്കിന് മാർക്കറ്റ് ഹൈ വാല്യുവേഷൻ നൽകുന്നു. എന്നാൽ താരതമ്യേന ബെറ്റർ പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കിന് ലോവർ വാല്യുവേഷൻ നൽകുന്നു. ഇതാണ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എത്രമാത്രം വിചിത്രവും യാതൊരു ലോജിക്കില്ലാതെയുമാണ് പെരുമാറുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം. ഇനി നമുക്ക് GE ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ Q4 റിസൾട്ടും അതിലുണ്ടായ ഒരു പുരോഗതിയും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സെയിൽസിൽ ഇയർ ഓൺ ഇയർ കഴിഞ്ഞ വർഷം മാർച്ചിൽ ഈ വർഷത്തെ മാർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അന്ന് 1456 കോടിയുടെ ഒരു സെയിൽസാണ്. അത് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ അത് 1497 വർദ്ധിച്ചിട്ടുണ്ട്. അതായത് നേരിയൊരു വർധനമാണ്. 2.84% വർധനമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഈ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അത് ഡിസംബർ 23യുടേത് 1245 കോടിയാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ 1497 കാണുന്നത്. അപ്പോൾ 20% വർധന ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നമുക്ക് ഈ ഇതിൻ്റെ സെയിൽസിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അത് 847 കോടിയിൽ നിന്ന് 937 കോടിയായിട്ട് വർദ്ധിച്ചതായിട്ട് കാണാം. ഇനി പ്രോഫിറ്റിൻ്റെ ഒരു മാർജിൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിന് അത് 58ൽ നിന്ന് 63% വർദ്ധിച്ചതായിട്ടും കാണുന്നുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 722 കോടിയിൽ നിന്ന് 905 കോടിയായിട്ട് വർദ്ധിച്ചത് കാണാം. ഏകദേശം 25% ഒരു വർധനമാണ് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ കാണുന്നത്. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കി കഴിഞ്ഞാൽ 538 കോടിയിൽ നിന്ന് 905 കോടിയായിട്ട് വന്നിട്ടുണ്ട്. അതായത് 68% ഒരു ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റ് ഗ്രോത്താണ് നമുക്കിവിടെ കാണാൻ. അതൊരു വമ്പിച്ച ഒരു ഗ്രോത്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി കമ്പനിയുടെ ബോറോയിങ്സും ക്യാഷ് റിസർവും ഒക്കെ നോക്കുകയാണെങ്കിൽ ക്യാഷ് റിസർവ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം, ബോറോയിങ്സ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. സ്റ്റോക്ക് ഫണ്ടമെൻ്റലി വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അപ്പോൾ ഈ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടറിലുള്ള ലാർജസ്റ്റ് ഷിപ്പിംഗ് കമ്പനിയാണ്. ഏകദേശം 43ഓളം ഷിപ്പുകൾ ഇവർ ഓൺ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവർക്ക് 23ലധികം ഓഫ് ഷോർ അസറ്റുകളുമുണ്ട്. അതായത് ഷിപ്പിംഗ് അല്ലാത്ത ഓയിൽ ഡ്രില്ലിംഗ് റിഗ് ബിസിനസ്സിലും ഇവർക്ക് കാര്യമായ പ്രസൻസ് ഉണ്ട്. ഇവരുടെ ഷിപ്പിംഗ് ബിസിനസ് പ്രധാനമായിട്ടും ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ പെട്രോളിയം പ്രൊഡക്റ്റുകളുടെ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ ഗ്യാസ്, അതുപോലെ ഡ്രൈ ബൾക്ക് കമ്മോഡിറ്റീസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷനാണ് പ്രധാനമായിട്ട് ഇവർ കാർഗോ ലോജിസ്റ്റിക് മേഖലയിൽ ചെയ്യുന്നത്. ഇനി ഇവർ ഓഫ് ഷോർ ബിസിനസ് ആണെങ്കിൽ അത് പ്രധാനമായിട്ടും ഗ്രേറ്റ് ഷിപ്പ് ഇന്ത്യ കമ്പനിയുടെ ഒരു സബ്സിഡിയറി ആയിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ അവരുടെ പ്രിൻസിപ്പൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഓഫ് ഷോർ ഡ്രില്ലിംഗ് റിഗുകളിലേക്കുള്ള വെസൽ സപ്ലൈ ആണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇവരുടെ ഒരു സെഗ്മെൻറ്റ് വൈസ് റവന്യൂ നോക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് മേഖലയിൽ നിന്ന് 81% റവന്യൂവും, അതുപോലെ ഓഫ് ഷോർ മേഖലയിൽ നിന്ന് 19% റവന്യൂ ആണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ 44% ഇന്ത്യക്കകത്ത് നിന്നും, അതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് 56% റവന്യൂവുമാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 30% ഉള്ളൂ. പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 27% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ മ്യൂച്വൽ ഫണ്ടും നല്ല തോതിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതായി കാണാം. 16% മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഷിപ്പിംഗ് മേഖലയിലുള്ള ഈ ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് വളരെയധികം വെല്ലുവിളികൾ കമ്പനികൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള ക്രൈസിസ്, റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഇതിനെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റിസൾട്ടിലും നമുക്ക് വളരെയധികം ബാഡായിട്ടുള്ള റിസൾട്ടാണ് അവർ പ്രസിദ്ധീകരിച്ചതെന്ന് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ മാനേജ്മെൻറ്റ് കോൺഫറൻസ് കോളിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് വളരെ കോഷ്യസ് ആയി നിൽക്കുകയാണ്. പ്രധാനമായിട്ടും ഈ സ്ട്രോങ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഈ ഓഫ് ഷോർ ലോജിസ്റ്റിക് ബിസിനസ്സിലുള്ള വളരെയധികം കോമ്പറ്റീഷൻ അവർ നേരിടുന്നുണ്ട്. കൂടാതെ മാർക്കറ്റ് പൊസിഷൻ നിലനിർത്താൻ വേണ്ടി ഇവർ വലിയ തോതിലുള്ള ക്യാപെക്സ് എക്സ്പാൻഷനൊന്നും പോകുന്നില്ല എന്നും, ഇപ്പോഴുള്ള ബിസിനസ്സിൻ്റെ പൊസിഷൻ നിലനിർത്താൻ മാത്രമാണ്, അതിൻ്റെ പരമ്പരാഗത രീതിയിലുള്ള ബിസിനസ്സിൽ മാത്രം തുടർന്നു പോകാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുമാണ് ഇവരുടെ ബിസിനസ് പ്രസൻറ്റേഷനിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
പക്ഷേ ഈ കമ്പനിയിലെ വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇതിൻ്റെ ലോവർ വാല്യുവേഷനാണ്. കാരണം 5.75 എന്നുള്ള വളരെയധികം ലോവസ്റ്റ് ആയിട്ടുള്ളൊരു PE-യിലാണ് ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതാണ് ഈ സ്റ്റോക്കിനെ അട്രാക്റ്റീവ് ആക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ പഠനത്തിനായി ഈ സ്റ്റോക്ക് സമർപ്പിക്കുകയാണ്. സി യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.